ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയരങ്ങളിലേക്ക് കുതിക്കുക എന്നതല്ല, തകർച്ചകളിൽ തകരാതെ നിൽക്കുന്നതും വിജയം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര അധ്വാനിച്ചു, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നത്. മനുഷ്യൻ നിശ്ചയിക്കുന്നു, ദൈവം അത് നടപ്പിലാക്കുന്നു. സഫലീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. വല്ലാതെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു, പക്ഷേ നിങ്ങൾക്കത് നിറവേറാൻ സാധിച്ചില്ല. ആഗ്രഹിച്ചത് ഒന്ന്, നടന്നത് മറ്റൊന്ന്. എപ്പോഴും എന്തിലൊക്കെയോ ഒരു അപൂർണത നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം സത്യമാണ്. ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാം എന്ന ധാരണ മാറ്റിയെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിലും എങ്ങനെ മനസ്സ് പതറാതെ നമുക്ക് മുന്നേറാൻ സാധിക്കും? സമാധാനമെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയാണോ? അല്ല, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാചകമുണ്ട്, ഇല്ലാത്തത് മോഹിച്ച് ഉള്ളത് നശിപ്പിക്കരുത് എന്ന്. പഴയ ഗ്രീക്ക് ചിന്തകനായ എപ്പിക്യൂറസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ എന്തൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടോ അത് മുമ്പൊരു കാലത്ത് ഏറെ ആഗ്രഹിച്ചിട്ടുള്ളതാണ് എന്ന്. പക്ഷേ നമ്മൾ മനുഷ്യന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, ഇതെല്ലാം മറന്നുപോകും. നമുക്കൊരു ജോലി വേണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ സംതൃപ്തനാകാതെ മറ്റ് പല ചിന്തകളുമായി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഈ ജോലിയിൽ കുറച്ചുകൂടെ മാറ്റം വേണമെന്നോ, അതല്ലെങ്കിൽ മറ്റൊരു ജോലി വേണമെന്നോ ഇങ്ങനെ പോകും. ഒരു വീട് വെക്കണമെന്ന ആഗ്രഹമുണ്ട്, വീട് വെച്ച് കഴിഞ്ഞു, അതിൽ സംതൃപ്തനാകാതെ വീട് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യണമെന്നും കുറച്ചുകൂടെ വലുപ്പം കൂട്ടണമെന്നും എല്ലാം നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴും എന്തിലൊക്കെയോ ഒരു അപൂർണത നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം സത്യമാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ല എന്നൊരു തോന്നൽ. ഇതിനെ പറയുന്നു നോൺ ഫുൾഫിൽമെൻറ്റ് എന്ന്. സഫലമാകാത്ത അവസ്ഥ, നിറവേറപ്പെടാത്ത കാര്യങ്ങൾ. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നിറവേറാൻ കഴിയാത്ത കാര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടാം എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിലും എങ്ങനെ മനസ്സ് പതറാതെ നമുക്ക് മുന്നേറാൻ സാധിക്കും എന്നതാണ്. സത്യത്തിൽ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയരങ്ങളിലേക്ക് കുതിക്കുക എന്നതല്ല, തകർച്ചകളിൽ തകരാതെ നിൽക്കുന്നതും വിജയം തന്നെയാണ്. സമാധാനമെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയാണോ? അല്ല, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര അധ്വാനിച്ചു, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരോഗ്യം നന്നായി നോക്കി, രോഗം വന്നു. ഒരു ബന്ധം ദീർഘകാലം കൊണ്ടുപോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു, പക്ഷേ അത് പകുതി വഴിയിൽ അവസാനിച്ചു. ധനനഷ്ടമുണ്ടായി, അംഗീകാരം ലഭിച്ചില്ല, മക്കളുടെ ജോലി, വിവാഹം, ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങൾ അല്ലേ? ഇനി വലിയ കാര്യങ്ങൾ പോട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തോളൂ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു, ഭക്ഷണം നന്നായി പാചകം ചെയ്ത് അവർക്ക് വയറ് നിറയെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി, പക്ഷേ വിചാരിച്ച രുചി വന്നില്ല. ഒരു നല്ല ചെടി വീട്ടിൽ നട്ടു വളർത്തി, പക്ഷേ അത് നശിച്ചു പോയി. ഒരു മീറ്റിങ്ങിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തു, പക്ഷേ വിചാരിച്ച രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. നോക്കൂ, ഇവിടെ നമുക്ക് വേണ്ടതൊന്നായിരുന്നു, പക്ഷേ നടന്നത് മറ്റൊന്ന്. വേണ്ടതും നടന്നതും തമ്മിലുള്ള ഒരു ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പിനാണ് നോൺ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ തളർത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും. വല്ലാതെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു, പക്ഷേ നിങ്ങൾക്കത് നിറവേറാൻ സാധിച്ചില്ല. ആഗ്രഹിച്ചത് ഒന്ന്, നടന്നത് മറ്റൊന്ന്. അറ്റ്ലീസ്റ്റ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബോധ്യം വന്ന് കാണും, ചിലത് നടക്കാതിരുന്നത് നന്നായി, നടന്നിരുന്നെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടായേനെ. അപ്പോൾ സഫലീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. സഫലീകരിക്കാത്ത അവസ്ഥകളുമായി നമ്മൾ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നാണോ? പ്രയത്നിക്കേണ്ട എന്നാണോ? അങ്ങനെയല്ല. ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഊർജ്ജച്ചോർച്ചയില്ലാതെ, എനർജി ലോസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നേരത്തെ പറഞ്ഞു, നമുക്ക് വേണ്ടത് ഒന്ന്, നടന്നത് മറ്റൊന്ന്. ഈ ഗ്യാപ്പാണല്ലോ പ്രശ്നം. ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ സാധിക്കും? 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാം എന്ന ധാരണ മാറ്റിയെടുക്കുക. നമുക്കൊരു തോന്നലുണ്ട്, ആഗ്രഹിച്ചതെല്ലാം നേടാൻ സാധിക്കും എന്നും നേടിയേ തീരൂ എന്നും. അത് ശരിയല്ല. ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലതൊക്കെ നടന്നേക്കാം, ചിലത് നടക്കില്ല. നമ്മുടെ പ്ലാനുകൾ കൃത്യമായേക്കാം, നമ്മുടെ ആക്ഷൻ സ്റ്റെപ്സ്, നടപടികൾ കൃത്യമായേക്കാം, എങ്കിലും അത് നടന്നുകൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നത്. മനുഷ്യൻ നിശ്ചയിക്കുന്നു, ദൈവം അത് നടപ്പിലാക്കുന്നു.
അതുകൊണ്ട് നിശ്ചയിക്കേണ്ട എന്ന് പറയുന്നില്ല. നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിക്കോളൂ. പക്ഷേ നടന്നില്ല എങ്കിൽ വിഷമിക്കരുത്, ഇത്രയേ പറയുന്നുള്ളൂ. ജീവിതം പലപ്പോഴും നമ്മളുടെ പ്ലാനുകൾ അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത്. അതിന് അതിൻ്റേതായ ചില വഴികളുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ സാധിച്ചാൽ ദുഃഖം കുറയും എന്നതാണ് യാഥാർത്ഥ്യം. പല ആളുകളും അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വാശിയോടെ നേടിയേ തീരൂ എന്ന് പറഞ്ഞ് മുന്നേറുന്നവരുണ്ട്. തെറ്റ് പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ആഗ്രഹം നടക്കാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ വിഷമിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ആഗ്രഹമുണ്ടായിക്കോട്ടെ, പക്ഷേ ആക്ഷൻ സ്റ്റെപ്സ് എടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെയൊരു തോന്നലുണ്ടായിരിക്കണം: മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങളുടെ വില നിശ്ചയിക്കുന്നില്ല എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ബിസിനസ്സിൽ പണം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ വിചാരിച്ച ജോലി ലഭിച്ചില്ല, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി, ഇതിനൊക്കെ അർത്ഥം നിങ്ങളൊരു പരാജിതനാണ് എന്നാണോ? ഒരിക്കലുമല്ല. ഓഫ് കോഴ്സ് നിങ്ങളുടെ പെർഫോമൻസ് മോശമായി കാണും, എങ്കിലും നിങ്ങൾ മോശക്കാരനല്ല, നിങ്ങൾ പരാജിതനല്ല. ഈ കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. അതായത് നിങ്ങളുടെ മൂല്യം അഥവാ സെൽഫ് വർത്ത് നിങ്ങളുടെ വിജയങ്ങളുമായി ബന്ധിപ്പിക്കരുത് എന്നർത്ഥം. വിജയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരെന്ത് പറയും എന്നെല്ലാം ആലോചിച്ചാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്ന ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം വളരെ കൂടുതലാണ്. കാരണം ആളുകളുമായ സമ്പർക്കം വലിയ രീതിയിലായി കഴിഞ്ഞു. എല്ലാവരും പെട്ടെന്ന് അറിയുന്നു, പലരും സ്റ്റാറ്റസ് ഇടുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് അറിയും, അവർ ചർച്ച ചെയ്യും എന്ന തോന്നലുകളാണ് നമ്മുടെ സെൽഫ് വർത്ത് കുറയ്ക്കുന്നത്. സത്യത്തിൽ നമ്മുടെ സെൽഫ് വർത്ത് നമ്മുടെ കർമ്മവുമായി ബന്ധമുണ്ടെങ്കിലും വിജയവും പരാജയവുമായി ബന്ധമില്ല. കർമ്മം ചെയ്യുമ്പോൾ ചെയ്താൽ മാത്രം മതി. ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കും. ഭാഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, എല്ലാ അനുഭവങ്ങളും നമ്മെ പക്വതയുള്ളവരാക്കുന്നു എന്നാണ്. വി ബിക്കം മോർ മെച്യൂർ. ഒരു നേട്ടമുണ്ടാകുന്നു അല്ലെങ്കിൽ വിജയിയാകുന്നു, ആ സമയത്ത് നമുക്കൊരു മെച്യൂരിറ്റി ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. മറുവശത്ത് നമുക്കൊരു നഷ്ടമുണ്ടാകുന്നു എന്ന് വിചാരിക്കുക, പരാജയം സംഭവിക്കുന്നു, അതിലും ഒരു മെച്യൂരിറ്റി ഉണ്ട്. രണ്ടും കമ്പയർ ചെയ്ത് നോക്കൂ, ഏതിലാണ് മെച്യൂരിറ്റി കൂടുതലായിട്ടുള്ളത്? തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകും, പരാജയം സംഭവിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ മെച്യൂർഡ് ആകുന്നത്. കാരണം സെൽഫ് റിഫ്ലക്ഷൻ ഏറ്റവും കൂടുതലായി നടക്കുന്നത് നമുക്ക് നഷ്ടം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പരാജയം സംഭവിക്കുമ്പോഴും ഒക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ കൈപ്പേറിയ ഓരോ അനുഭവത്തിലും പക്വതയുണ്ടാകാനുള്ള പാഠങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മാത്രമല്ല, കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. അവർ മാത്രമാണ് കമ്പാഷനേറ്റ് ആവുക, കരുണയുള്ളവരാവുക. കൂടാതെ വലിയ വലിയ തിരിച്ചടികൾ നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. ആഗ്രഹം സാധിക്കുക എന്നത് മോശമായ ഒരു കാര്യമായി പറയുകയല്ല, എന്നാൽ ആഗ്രഹ സാഫല്യത്തേക്കാൾ വലിയ ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിക്കുന്നതിലൂടെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യുമ്പോഴും അതിൽ നിന്നും ലഭിക്കുന്ന ആത്മസംതൃപ്തിയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ജീവിതത്തിൽ ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച്, പരാജയങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിലപിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഉള്ളതിൽ തൃപ്തി കണ്ടെത്തിക്കൊണ്ട് മുന്നേറുക എന്നത്. നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ലഭിക്കുന്ന ജോലിയോ ബിസിനസ്സോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സുഖമായി രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്. നമുക്ക് മറ്റു പലരെയും പോലെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ സന്തോഷത്തോടെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടാൻ കഴിയുന്നുണ്ട്. സാമ്പത്തിക നേട്ടം കുറവാണെങ്കിൽ മക്കളുടെ കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. മക്കളുടെ ജോലിയും പഠനവും വിചാരിച്ച രീതിയിലായിക്കൊള്ളണമെന്നില്ല, എങ്കിലും അവർക്ക് ആരോഗ്യമുണ്ട് എന്ന് ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. ആഗ്രഹങ്ങൾ വേണം, വളർച്ചയുണ്ടാകണം. പക്ഷേ ആ വളർച്ചയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സംഗതികൾ കാണാതെ പോകരുത്. അതുകൊണ്ട് സബലീകരിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ നമുക്കെന്താണോ വേണ്ടത് അത് നമ്മൾ പോകുന്ന വഴിയെ പ്രപഞ്ചശക്തി നമ്മിലേക്ക് എത്തിക്കും എന്ന പ്രതീക്ഷയോടെ, ആത്മവിശ്വാസത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നമുക്ക് മുന്നേറാം. നന്ദി, നമസ്കാരം.